നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തുളസീദാസിൻ്റെ രാമചരിതമാനസിലെ ലങ്കാകാണ്ഡിൽ നിന്നെടുത്ത പദമാണ്. തുളസീദാസിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഭക്തികാലിലെ സഗുണഭക്തി ധാരയിൽ രാംഭക്തി ശാഖയിലെ പ്രമുഖനായിട്ടുള്ള കവിയാണ്. കുട്ടിക്കാലത്തെ പേര് രാംഭോല എന്നായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് നർഹരിദാസ്. ഇദ്ദേഹം സമന്വയവാദിയായിട്ടുള്ളൊരു കവിയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകൾ ഏറ്റവും പ്രമുഖം രാമചരിതമാനസ്, അത് കഴിഞ്ഞിട്ട് വിനയപത്രിക, പിന്നെ ജാനകി മംഗൾ, പാർവതി മംഗൾ, രാമാജ്ഞ പ്രശ്ന, കവിതാവലി, ഗീതാവലി, ദോഹാവലി, വൈരാഗ്യ സന്ദീപനി, ശ്രീകൃഷ്ണ ഗീതാവലി, രാംലല നഹച്ചു, ഭരവൈ രാമായൺ എന്നിവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ 12 കൃതികളുണ്ട് മൊത്തത്തിൽ. ഇദ്ദേഹം 6 കൃതികൾ അവധി ഭാഷയിലും 6 ബ്രജ് ഭാഷയിലുമാണ് എഴുതിയത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കൃതിയായിട്ടുള്ള രാമചരിതമാനസിൽ പറയുന്നത് രാമകഥയാണ്. ഈ രാമചരിതമാനസിനെ തുളസി രാമായൺ എന്നും പറയും. നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരൊക്കെ രാമായണം, നമ്മളിവിടെ രാമായണം വായിക്കുന്ന പോലെ അവർ തുളസീദാസിൻ്റെ രാമചരിതമാനസ് വായിക്കാറുണ്ട്. അപ്പോൾ ഈ രാമചരിതമാനസിൽ രാമൻ്റെ കഥ, രാമൻ്റെ, സീതയുടെ, ലക്ഷ്മണൻ്റെയൊക്കെ, അപ്പോൾ ഈ രാമചരിതമാനസിൽ ലങ്കാകാണ്ട്, അതായത് ഈ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നതും രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നതും പിന്നെ തുടർന്നുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ലങ്കാകാണ്ടിൽ വരുന്നത്. ഇനി ഈ ലങ്കാകാണ്ടിൽ അങ്കദ്, അതായത് ഹനുമാന് ശേഷം അങ്കദ് എന്ന് പറയുന്ന ഒരു കുരങ്ങനാണ്. അപ്പോൾ ഇയാൾ രാവണൻ്റെ അടുത്ത് പോവുകയും കൊട്ടാരത്തിൽ പോയിട്ട് സീതേനെ വിട്ടു തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത്. ഇതിൽ 3 പാരഗ്രാഫ് പോലെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ആദ്യം സന്ദർഭവും പിന്നെ ദോഹ 2 ലൈൻസ് ദോഹ വെച്ചിട്ടും ആണുള്ളത്. അപ്പോൾ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് രാമനാണെങ്കിൽ സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും നോക്കി. അവസാനം വാനരന്മാരുടെ സഹായം തേടിയപ്പോഴാണ് അറിയാൻ പറ്റുന്നത് സീതയെ രാവണൻ ലങ്കയിലേക്കാണ് കൊണ്ടുപോയതെന്ന്. രാമനാണെങ്കിൽ സമുദ്രത്തിൽ ഒരു രാംസേതു ഉണ്ടാക്കുകയും ലങ്കയിലേക്ക് എത്തുകയും ചെയ്തു. യുദ്ധത്തിന് മുൻപായിട്ട് രാമൻ അങ്കദനെ ദൂതനായിട്ട് അയക്കുകയാണ് രാവണൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഈ അങ്കദ് രാമൻ്റെ സന്ദേശവുമായിട്ട് ഒരു ദൂതൻ്റെ രൂപത്തിലാണ് രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ അങ്കദ് ദൂതനായിട്ട് രാവണൻ്റെ അടുത്ത് പോകുന്നതും രാവണൻ്റെ സഭയിൽ പോയിട്ട് രാവണനും അങ്കദും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും ഒക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ആദ്യത്തെ പാരഗ്രാഫിൽ പെട്ടെന്ന് തന്നെ അങ്കദ് ഒരു രാക്ഷസനെ രാവണൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഈ ദൂതനായിട്ട് ഈ അങ്കദ് വന്നു എന്ന വിവരം അറിയിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു രാക്ഷസനെ അങ്കദ് രാവണൻ്റെ അടുത്തേക്ക് അയക്കുന്നു. രാവണൻ ഈ വാർത്ത കേട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, ആ കുരങ്ങനെ അകത്തേക്ക് വിടൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ രാവണൻ്റെ ഈ ആജ്ഞ കേട്ട ഉടനെ അവിടുത്തെ ദൂതന്മാർ ഓടിപ്പോയിട്ട് ഈ വാനരനെ, ഈ അങ്കദിനെ, ഈ കുരങ്ങനെ, ഈ അങ്കദെന്ന് പറയുമ്പോൾ ഒരു ആനേനൊക്കെ പോലെ ഒരു കുരങ്ങനാണ്, പക്ഷെ ഒരു ആനേനെ പോലെ ഭയങ്കര അടിപൊളി ഒരു രൂപമാണ്. അപ്പം വിളിച്ചുകൊണ്ട് വന്നു. അങ്കദാണെങ്കിൽ രാവണനോട് അങ്കദ് നോക്കുമ്പോൾ ഈ രാവണൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ജീവനുള്ള കാജൽ കാ പഹാഡ്, അതായത് ഈ കാജൽ എന്ന് പറഞ്ഞാൽ കൺമഷി എന്നൊക്കെ പറയില്ലേ, കരിയുടെ ഒരു വലിയൊരു പർവ്വതം പോലെ, ഒരു മല പോലെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ രാവണൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ രാവണൻ്റെ ഭുജ, അതായത് കൈകളൊക്കെ വൃക്ഷങ്ങൾ പോലെയും തല പർവ്വതത്തിൻ്റെ പോലെയും ആണ് കാണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരമാണെങ്കിൽ ശരീരത്തിലെ രോമങ്ങൾ വള്ളികൾ പോലെയും, മുഖം എന്ന് പറഞ്ഞാൽ വായ്, മൂക്ക്, കണ്ണ്, ചെവി, ഇതൊക്കെ പർവ്വതത്തിൻ്റെ ഉള്ളിലുള്ള കുഴികളില്ലേ, കന്ദര എന്ന് പറഞ്ഞാൽ കുഴികൾ പോലെയും ആണ് ഈ അങ്കദ് നോക്കുമ്പോൾ ഈ ഒരു രാവണൻ്റെ രൂപത്തെ അദ്ദേഹത്തിന് തോന്നുന്നത്. അത് ഈ രാവണൻ്റെ ഈ ആ ഒരു ഭീഷ്മമായിട്ടുള്ള ആ ഒരു രൂപത്തെ വർണ്ണിക്കാനാണ് ഈ പർവ്വതം. കാജൽക്ക് ഒരു പർവ്വതമാണ്. പിന്നെ ആ കുഴികൾ, മൂക്കും കണ്ണും ഒക്കെ കുഴികൾ പോലെയും, ഭുജം, കൈകൾ വൃക്ഷങ്ങൾ പോലെയും, മേത്തുള്ള ആ രോമങ്ങൾ വള്ളികൾ, ലതകൾ പോലെയും ഒക്കെയാണെന്ന് പറയുന്നത്. അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള
ഒരു വലിയൊരു രൂപമാണ്, ഒരു രാക്ഷസനാണ്, ഒരു ഭയങ്കര ഒരു ഭീഷ്മ രൂപമാണ് ഈ ഒരു രാവണന്. അദ്ദേഹത്തിൻ്റെ രൂപത്തെയാണ് ഇവിടെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ അങ്കദും അത്യാവശ്യം നല്ല ബലവാനായിട്ടുള്ള ഒരു കുരങ്ങനാണ്. നേരത്തെ പറഞ്ഞു ആനയെ പോലെയാണെന്നൊക്കെ. അത്യധികം ബലവാനും വീരപുത്രനുമായിട്ടുള്ള അങ്കദ് സഭയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള പേടിയോ ഒന്നുമില്ലായിരുന്നു. കാരണം ഈ രാവണന് എല്ലാ ലോകങ്ങളെയും അടക്കാൻ, ദേവന്മാരെ പോലും അടക്കാൻ കഴിവുള്ളവനാണ് ഈ രാവണൻ. ദേവന്മാർ പോലും ഈ രാവണനെ കണ്ട് ഭയന്നോടും. ആ ഒരു രാവണൻ്റെ മുന്നിലേക്കാണ് ഈ ചെറിയൊരു വാനരൻ അത്യധികം ധൈര്യത്തോടെ യാതൊന്നിനെയും പേടിക്കാതെ ഇങ്ങനെ പോകുന്നത്. ഈ അങ്കദ്, ഈ ഒരു വാനരൻ വരുന്നത് കണ്ടിട്ട് ആ സഭയിലുള്ള എല്ലാ സദസ്യരും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഇത് കാണുമ്പോൾ രാവണൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. അടുത്ത ദോഹയാണ്. ഇതിൽ പറയുന്നത്, എപ്രകാരമാണോ മദം പൊട്ടിയ ആനകളുടെ മുന്നിൽ ഈ സിംഹം നിശ്ചലനായി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിശ്ചിതമായിട്ട് പോകുന്നത്, അതുപോലെയാണ് ശ്രീരാമചന്ദ്രൻ്റെ പ്രതാപത്തിൽ ആ ശ്രീരാമചന്ദ്രൻ്റെ കൃപയെ ഓർമ്മിച്ചുകൊണ്ട് അപ്രകാരം ശ്രീരാമചന്ദ്രൻ്റെ കൃപയെ, ശ്രീരാമചന്ദ്രൻ്റെ പ്രതാപത്തെ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ അങ്കദ് ഭയമില്ലാണ്ട് നിർഭയനായിട്ട് ധൈര്യവാനായിട്ട് രാവണൻ്റെ സഭയിൽ തല ഇങ്ങനെ ഉയർത്തി പോയിട്ടിരിക്കും. അടുത്ത സെക്കൻഡ് പാരഗ്രാഫിൻ്റെ ആണ്. ദശാനൻ, 10 തലയുള്ള രാവണൻ. ഈ രാവണൻ, 10 തലയുള്ള ഈ രാവണൻ അങ്കദനോട് ചോദിക്കുകയാണ്, അല്ലയോ കുരങ്ങ എന്നൊക്കെ വിളിക്കുന്നത്, നീ ആരാണ്? അപ്പോൾ ഭയങ്കര ഒരു പുച്ഛത്തോടെയാണ് ചോദിക്കുന്നത്. അല്ലയോ കുരങ്ങ, നീ ഏതാ, നീ ആരാ? അങ്ങനെ ഭയങ്കര പുച്ഛത്തിലാണ് ചോദിക്കുന്നത് ഈ രാവണൻ. അപ്പോൾ അങ്കദ് ആൻസർ കൊടുക്കുകയാണ്, അരേ രാവൺ, അല്ലയോ രാവൺ, ഞാൻ രഘുവീറിൻ്റെ, അതായത് ഈ രാമൻ്റെ ദൂതനാണ്. എൻ്റെ പിതാവ് നിൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ സഹോദര, ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ അങ്കദ് പ്രത്യേകിച്ച് ഭയമൊന്നും ഇല്ലാണ്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്നത്. ഞാൻ രാമൻ്റെ ദൂതനായിട്ട് വന്നതാണ്. എൻ്റെ അച്ഛൻ നിൻ്റെ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവണൻ്റെ നല്ലതിന് വേണ്ടി, അതായത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് അങ്കദ്. അങ്കദ് തുടർന്ന് രാവണനോട് പറയാണ്, നിൻ്റെ ജന്മം നല്ല ഉത്തമ കുലത്തിലാണ് നീ ജനിച്ചത്, ഉന്നത കുലത്തിലാണ് നീ ജനിച്ചത്. അതുപോലെ തന്നെ നീ പുലസ്ത്യ ഋഷിയുടെ പൗത്രാണ്. നീ ശിവനെയും ബ്രഹ്മാവിനെയും ഒരുപാട് പൂജിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ കയ്യിൽ നിന്നും ഒരു വലിയ വരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഈ ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും അവരുടെ കൃപയാലാണ് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും, നിൻ്റെ മനസ്സിലെ എല്ലാ ഇച്ഛകളും സഫലമാകുന്നത്. നീ ഈ ലോകത്തുള്ള എല്ലാവരെയും, ഈ ലോകത്തിലെ സകല രാജാക്കന്മാരെയും ശക്തിശാലികളെയും എല്ലാവരെയും വിജയിച്ചവനാണ്. രാജാവായതിൻ്റെ അഹങ്കാരത്താലോ അല്ലെങ്കിൽ രാജാവായതിൻ്റെ അഹങ്കാരം കൊണ്ടോ മോഹം കൊണ്ടോ ഒക്കെ നീ ജഗദമ്പയായിട്ടുള്ള, ഈ ജഗദമ്പ എന്ന് പറഞ്ഞാൽ ഭൂമിദേവി എന്നൊക്കെ പറയില്ലേ, അതായത് ഈ ജഗദമ്പയായിട്ടുള്ള സീതയെ നീ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നീ ഞാൻ പറയുന്ന കേൾക്കൂ. ഇപ്പോൾ നീ ഞാൻ പറയുന്ന എൻ്റെ ഈ വാക്കുകളെ കേട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പ്രഭു ശ്രീരാമചന്ദ്രജി നിൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കും. ദാന്തോമേൻ തിൻകാല ദബാക്കർ. ഈ തിൻക എന്ന് പറഞ്ഞാൽ പുല്ല്, ഒരു പ്രത്യേക ടൈപ്പ് ഒരു പുല്ലാന്ന് തോന്നുന്നു. അപ്പോൾ പല്ലിൽ ഒരു പുല്ല് വച്ചിട്ട് കഴുത്തിൽ, കുൽഹാടി എന്ന് പറഞ്ഞാൽ കോടാലി, കഴുത്തിൽ കോടാലി ഇട്ടിട്ട് തൻ്റെ പരിജനങ്ങളുമായിട്ട്, സ്ത്രീകളുമായിട്ട്, ഈ പരിജനങ്ങളെയും സ്ത്രീകളെയും എല്ലാവരെയും കൂടി കൂട്ടി റെസ്പെക്റ്റോടെ തന്നെ ജാനകി ദേവി, അതായത് ഈ സീതേനെ തിരിച്ചു കൊണ്ട് കൊടുക്കൂ. ഇപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ ഇപ്രകാരം നീ ചെയ്താൽ നിൻ്റെ എല്ലാ ഭയവും മാറും എന്നാണ് ഈ അങ്കദ് പറയണത്. തുടർന്ന് പറയാണ്, ശരണാഗത്, അതായത് അഭയം പ്രാപിക്കുന്നവരെ, അവരെ പരിപാലിക്കുന്ന രഘുവംശത്തിൽ പിറന്ന ശ്രീരാമചന്ദ്രൻ എന്നെ രക്ഷിക്കൂ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സീതയെ കൊണ്ട് കൊടുക്കൂ. അപ്രകാരം പ്രഭു നിന്നെ രക്ഷിക്കുകയും നിൻ്റെ ഭയത്തെയെല്ലാം മാറ്റിത്തരികയും ചെയ്യും എന്നാണ് ഈ അങ്കദ് പറയണത്. ഇപ്പം പറഞ്ഞ ഈ ഒരു ശരണാഗത് അത് തൊട്ടിട്ട് ഇപ്പം പറഞ്ഞത് വരെ രണ്ടാമത്തെ ദോഹയാണ് കേട്ടോ. ശ്രീരാമജിയോട് എന്നെ രക്ഷിക്കൂ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടുപോയാൽ
എല്ലാ ശരണം പ്രാപിക്കുന്നവരെല്ലാം രക്ഷിക്കുന്ന ഈ രാമൻ നിന്നെ രക്ഷിക്കുകയും നിൻ്റെ ഭയമെല്ലാം മാറ്റിത്തരികയും ചെയ്യുമെന്ന് പറയുന്നത് രണ്ടാമത്തെ ദോഹയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ പാരഗ്രാഫ്. അടുത്ത് തുടർന്ന് പറയണതെന്ന് പറയുമ്പോൾ ഈ അങ്കദ് ഇപ്പം ഇത്രയും ഡയലോഗ് അടിച്ചല്ലോ രാമനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഡയലോഗ്സിലൊക്കെ ഈ രാവണൻ അത്ര നിസ്സാരമൊന്നുമല്ല. അപ്പോൾ എത്ര നേരം ആൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ തിരിച്ച് ഉത്തരം കൊടുക്കുന്നതാണ് ഇനി തുടർന്ന് പറഞ്ഞത്. അടുത്ത് പറയാണ്, എടാ കുരങ്ങൻ്റെ മോനെ, ബന്ദർക്ക് ബച്ചെന്ന് പറഞ്ഞാൽ കുരങ്ങൻ്റെ മോനെ, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം എൻ്റെ അടുത്ത്. സംഭാൽക്കർ ബോലെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് സംസാരിക്കുക. മൂർക്ക് ക്യാ തുച്ചെ മാലൂം നഹി ഹെ കി മേൻ ദേവതാവോങ്ക ശത്രുവും എന്ന് പറഞ്ഞാൽ മൂർക്ക് എന്ന് പറഞ്ഞാൽ മണ്ടൻ. നീ എന്താ മണ്ടനാണോ? നിനക്കറിയത്തില്ലേ ഞാൻ ദൈവങ്ങളുടെ ദേവതമാരുടെയൊക്കെ ശത്രുവാണെന്ന്. യാനി ദേവതാവും തക്കോ പരാജിത് കർണയ്ക്ക് ക്ഷമത മുജ്മേ ഹെ എന്ന് പറഞ്ഞാൽ നിനക്കറിയത്തില്ലേ ഞാൻ അവരുടെയൊക്കെ ശത്രുവാണെന്ന്. അല്ലെങ്കിൽ ദേവതമാരെ അല്ലെങ്കിൽ ഏത് ദേവന്മാരെയും പരാജയപ്പെടുത്താനുള്ള ശക്തി ക്ഷമത എൻ്റെ കയ്യിലുണ്ടെന്ന് നിനക്കറിയില്ലേ. തുടർന്ന് പറയണ, അല്ലയോ സഹോദര, നീ നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും പേര് പറയും. എന്തർത്ഥത്തിലാണ് നീ എന്നോട് എൻ്റെ സുഹൃത്താന്നൊക്കെ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അടുത്ത് രാവണൻ. അപ്പോൾ അടുത്ത് അങ്കദ് ഉത്തരം കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ രാവണൻ ചോദിക്കുകയാണ്, നീ ആരാ, നീ ഏതാ, നിൻ്റെ അച്ഛൻ ആരാ, നിനക്കറിയത്തില്ലേ ഞാൻ ദേവന്മാരൊക്കെ ആയിട്ട് അവരെക്കാളും ഭയങ്കര പവർഫുള്ളാണെന്ന് എന്നൊക്കെ ഇങ്ങനെ അടുത്ത് രാവണൻ ഡയലോഗ് പറയുമ്പോൾ അതിനടുത്ത് അങ്കദ് മറുപടി കൊടുക്കുകയാണ്. എൻ്റെ പേര് അങ്കദ് എന്നാണ്, ഞാൻ ബാലിയുടെ പുത്രനാണ്. അപ്പോൾ ഈ ബാലിയും രാവണനും സുഹൃത്തുക്കളാണ്, പരസ്പരം പരിചയം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ബാലിയുടെ പുത്രനാണെന്ന് അറിയുമ്പോൾ തുടർന്ന് രാവണൻ പറയാണ്, ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പറയാണ്, എനിക്ക് ഓർമ്മ വന്നു, ബാലി എന്ന് പേരുള്ള ഒരു കുരങ്ങനുണ്ട്, എനിക്കവനെ അറിയാം. തുടർന്ന് രാവണൻ ഇങ്ങനെ പറയാണ്, അല്ലയോ അങ്കദ്, നീ ബാലിയുടെ ചെറുക്കനാണോ, നീ അവൻ്റെ പുത്രനാണോ? തുടർന്ന് പറയാണ്, കുൽനാശക്, എടാ കുലം നശിപ്പിക്കാനായിട്ട് ജനിച്ചവനെ. ഈ കുൽനാശകൻ എന്ന് പറഞ്ഞാൽ കുലം നശിപ്പിക്കുന്ന ഒന്ന് ഒരർത്ഥത്തിലാണ് കേട്ടോ. അടുത്ത് തുടർന്ന് മൊത്തം ഈ ചീത്ത പറയണതാണ്. ഈ കുൽനാശക് തുടർന്ന് പറയണതൊക്കെ ഈ അങ്കദിനെ അങ്ങോട്ട് താഴ്ത്തി കിട്ടാണ്. തൂ തോ അപ്നി കുൽരൂപി ബാംസ് കേലിയെ ആക്കെ സമാൻ പൈദാ ഹുവാ ഹെ. ഈ ബാംസ് എന്ന് പറഞ്ഞാൽ മുള, ആഗ് എന്ന് പറഞ്ഞാൽ തീ. നീ നിൻ്റെ കുലത്തിന്, ഈ കുലത്തിൻ്റെ രൂപത്തിലുള്ള മുളയ്ക്ക് ഒരു തീയെപ്പോലെ, അതായത് ഈ തീ കൊണ്ടാൽ മുളയൊക്കെ എന്ത് ചെയ്യും, കത്തിപ്പോവും. അപ്പോൾ കുലത്തെ മുളയോടും ഈ അങ്കദിനെ തീയോടും ഇങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞേക്കാണ്. ഈ നിൻ്റെ കുലത്തിൻ്റെ രൂപത്തിലുള്ള മുളയെ അതിനെ നശിപ്പിക്കാൻ തീയുടെ സമാനമായിട്ട് ജനിച്ചവനാണ് നീ. നീ എന്തുകൊണ്ടാണ് ഗർഭത്തിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോവാത്തത്? നിൻ്റെ ഈ ജന്മം തന്നെ വെറും വ്യർത്ഥമാണ്, ഒരു ഉപയോഗമില്ല, യൂസ്ലെസ് ആണ്. അപ്പോൾ രാവണൻ പറയാണ്, ഈ രാമനെയൊക്കെ സന്യാസിന്നാണ് ആൾ പറയണത്, രാവണൻ. അപ്പോൾ ഈ രാവണൻ അങ്കദിനോട് പറയാണ്, നിൻ്റെ ഈ ജന്മം തന്നെ വെറും പാഴാണ്, വ്യർത്ഥമാണ്. നീയാണോ ഈ നിൻ്റെ സ്വന്തം വാഗുകൊണ്ട് സന്യാസിമാരുടെ ദൂതനെന്ന് പറയുന്നത് എന്നിങ്ങനെ രാവണൻ പറയാണ്. തുടർന്ന് രാവണൻ ചോദിക്കുകയാണ്, അതൊക്കെ പോട്ടെ, നീ ബാലിക്ക് എങ്ങനെയുണ്ട്, ബാലിയുടെ കുശലത കാര്യങ്ങളൊക്കെ പറയൂ, ഇപ്പോൾ അവൻ എവിടെയാണ്? അപ്പോൾ അങ്കദ് ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഉത്തരം കൊടുക്കുകയാണ്. ഒരു 10 ദിവസം കഴിയുമ്പം സ്വയം ബാലി നിൻ്റെ അടുത്ത് വരും. എന്നിട്ട് അതിനുശേഷം സ്വന്തം സുഹൃത്തിനെ, അതായത് ബാലിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിനോട് നേരിട്ട് തന്നെ കുശലം ചോദിച്ചോളൂ എന്നാണ് അങ്കദ് ആൻസർ കൊടുക്കണത്. എന്നിട്ട് തുടർന്ന് പിന്നെയും രാവണനിട്ട് താങ്ങാണ്. ഈ ശ്രീരാമനെ ഈ രാമനോട് എതിർത്ത് നിന്നാൽ എങ്ങനെയാണ് കുശലം ഉണ്ടാവുന്നതെന്ന് ബാലി നിന്നെ പറഞ്ഞു കേൾപ്പിക്കും എന്ന് പറയണം. അതായത് ഇങ്ങനെ ഈ രാമൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാണ്, രാമനെ എതിർത്ത് കഴിഞ്ഞാൽ നീ തീർന്ന്, ആ ഒരു അർത്ഥത്തിൽ പറയാണ്. നിൻ്റെ സുഹൃത്ത് ബാലി, അതായത് ഈ അങ്കദിൻ്റെ അച്ഛൻ, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണും. എന്നിട്ട് പറഞ്ഞു തരും രാമനെ എതിർത്താൽ എന്താ ഉണ്ടാവാൻ പോണത്, എത്രത്തോളം കുശലത ഉണ്ട് എന്ന് അപ്പോൾ വന്ന് പറഞ്ഞു തരുന്നു. തുടർന്ന് ഈ അങ്കദ് പിന്നെയും പറയാണ്, ആരുടെ ഹൃദയത്തിലാണോ ശ്രീരാമചന്ദ്രൻ വസിക്കാത്തത് അവരൊക്കെ വെറും മണ്ടന്മാരാണ്, മൂർഖെന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണെന്ന്. അടുത്ത് മൂന്നാമത്തെ ദോഹയിൽ ലാസ്റ്റ് 2 ലൈൻസ് അങ്കദ് തുടർന്നിങ്ങനെ പറയാണ്, അല്ലയോ രാവണ,
ഞാൻ കുലത്തിൻ്റെ നാശം ഉണ്ടാക്കാനുള്ളവനാണ്, ഞാൻ കുൽനാശകാണ് നീ പറഞ്ഞതുപോലെ. പക്ഷേ നീ കുലരക്ഷകനല്ലേ, നീ നിൻ്റെ കുലത്തിൽ ഉന്നത കുലൻ അല്ലേ, നീ നിൻ്റെ കുലം രക്ഷിക്കാനായിട്ടുണ്ടായവനല്ലേ. അന്ധനും ബഹിരനും ഇത് കണ്ണു കാണാൻ പറ്റാത്തവനും പൊട്ടനും പോലും ഇങ്ങനെ സംസാരിക്കത്തില്ല. നിനക്ക് പക്ഷേ 20 കണ്ണും 20 ചെവിയുള്ള ഇല്ലേ, 10 തലയാണ് രാവണന്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ പറയാണ്, അന്ധനും ബഹിരനും പോലും ഇങ്ങനെ ഈ പൊട്ടത്തരം പറയത്തില്ല. പക്ഷെ നിനക്കാണെങ്കിൽ 20 കണ്ണും 20 ചെവിയൊക്കെ അല്ലേ, പിന്നെ നീ എന്തുകൊണ്ടാണ് ഇത്തരം പൊട്ടത്തരം പറയണേ, അല്ലെങ്കിൽ ഇങ്ങനെ മണ്ടന്മാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്നാണ് ഈ അംഗദ് ചോദിക്കുന്നത്. അതായത് രാമനെ എതിർത്തില്ലേ ഈ രാവണൻ, സീതേനെ തട്ടിക്കൊണ്ടു വന്നില്ല, അതുകൊണ്ടാണ് മണ്ടൻ എന്ന അർത്ഥത്തിൽ പറയുന്നത്, രാമനെ എതിർക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതാണ് തുളസീദാസിൻ്റെ ലങ്കാകാണ്ട്.